അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ സ്തോത്രം. എനിക്കും കർത്താവിന്റെ ആരാധന മഹത്വപ്പെടുത്തുവാനും ഒരവസരം കർത്താവ് ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് അവസരം ഇങ്ങനെ ഒരുക്കിയത്. എല്ലാ മഹത്വം ഞാൻ കർത്താവിന് കൊടുക്കുകയാണ്. PYPയിൽ ഇങ്ങനെ ഒരു അവസരമുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി സമയം എടുക്കുന്നത് ശരിയല്ലല്ലോ. സഭായോഗമായതുകൊണ്ട് ഞാനിവിടെ ഇരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിന്നീട് എനിക്കതൊരു വല്ലാത്ത വിഷമം തോന്നി, ഒരു അസ്വസ്ഥത എനിക്ക് തോന്നി. എന്നാൽ ദൈവദാസന്മാരിലൂടെ കർത്താവ് പ്രവർത്തിച്ചു. അങ്ങനെ സാക്ഷ്യം പറയുവാൻ ഒത്തിരി ഉള്ളത് കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. സ്തോത്രം. വളരെ സന്തോഷമുണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയിൽ കടന്നു വരുവാൻ. ഇതിന് മുഖാന്തരമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാൻ ഇവിടെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. എന്റെ ജീവിതത്തിലും കർത്താവ് ഹല്ലേലൂയ വളരെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിന്നീട് അതിന് PYPയിൽ അധികം സമയമില്ല എങ്കിലും 4-5 പാട്ട് പാടുവാനും സാക്ഷ്യത്തിന്റെ പശ്ചാത്തലം പറയുവാനും ഇടയായി തീരും. ഇപ്പോൾ ഞാൻ ഇത്രത്തോളം സമയമെടുത്തു. ദൈവസഭയ്ക്ക് നന്ദി. എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് ദൈവസഭയ്ക്ക് കുടുംബമാകുന്നു. PYPയുടെ അധിക സമയങ്ങളും അവരുടെ ഗാനം സൃഷ്ടിക്കാനും വേർതിരിക്കുന്നതായിരിക്കും. ഒരാൾ പോലും അവൻ സഹായം കഴിഞ്ഞ് പോകരുതെന്ന് ഇപ്പോൾ തന്നെ ഓർപ്പിക്കുന്നു. അവരെ സഹായിക്കുന്ന ഈ സമയത്ത് എല്ലാവരും നിന്ന് നിങ്ങളോട് ഒരുമിച്ച് കുടുംബമായി കർത്താവിനെ സ്തുതിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവ് നൽകിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവർ എത്ര പേര് വിശ്വസിക്കും? ഞാൻ കുടുംബം നിൽക്കുമ്പോൾ അതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അദ്ദേഹം. ഹല്ലേലൂയ. ഇതിലായിരിക്കുന്ന കർത്താവ് ആസ്മരയോട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ കടന്നു വരുവാനിടയായിരിക്കുന്ന കഥാദാസൻ കുടുംബം എല്ലാവരും നന്ദിയോട് ഓർക്കുന്നു. എല്ലാ സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദികളെ അറിയിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിക്കാതെ ഞാൻ നിൽക്കുന്നത് എനിക്കറിയാം. പക്ഷേ സ്തോത്രം എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ കരുതൽ നോക്കുമ്പോൾ എങ്ങനെ കർത്താവിന്റെ സ്നേഹം സ്നേഹം അവരുടെ അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഞാൻ പെട്ടെന്ന് സമയത്തിന്റെ വളരെ പരിമിതിയുണ്ട്. കർത്താവിന്റെ ദാസൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ
എന്റെ ഉള്ളത്തിൽ കർത്താവ് എനിക്ക് നൽകിയ വിടുതലിനെ കുറിച്ച് ഞാൻ ഓർത്ത് നന്ദിയോടെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്റെ ഫ്യൂണറൽ സോങ് ഞാൻ എഴുതി കൊടുത്തതാ എന്റെ പ്രിയപ്പെട്ടവർക്ക്. അവിടെ നിന്ന് കർത്താവിന് വിശുദ്ധ ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ. ആരെങ്കിലും നിരാശയിലായിരിക്കുന്നു, ദൈവത്തിന്റെ സാധ്യതയെക്കുറിച്ച് ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? അവിശ്വാസമാർദ്ദികളുണ്ടോ? വേണ്ട കേട്ടോ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ. എനിക്കൊരു മറുചോദ്യം ചോദിക്കാറുണ്ട്. ദൈവത്തിന്റെ മഹത്വം കണ്ടാൽ മതിയോ അതോ അനുഭവിക്കണമോ? നമ്മുടെ വിശ്വാസം അവിടെ നിൽക്കുക, മറ്റുള്ളവർ അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. പലപ്പോഴും നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. Praise God. Hallelujah. Praise God. ഒരു തന്റെ വരികൾ പാടിക്കൊണ്ടേ. Praise God. ദൈവം നിനക്കായി തുറക്കും വാതിലടപ്പാൻ ആർക്കും സാധ്യമേയല്ല. കർത്തൻ നീട്ടിയ തൻ കരം മടക്കാൻ ആർക്കും സാധ്യമേയല്ല. നിന്റെ സാധ്യങ്ങൾ അവൻ സാധ്യമാക്കുമേ. നിന്റെ സാധ്യങ്ങൾ അവൻ സാധ്യമാക്കുമേ. ദൈവം നിനക്കായി തുറക്കും വാതിലടപ്പാൻ ആർക്കും സാധ്യമേയല്ല. കർത്തൻ നീട്ടിയ തൻ കരം മടക്കാൻ ആർക്കും സാധ്യമേയല്ല. നിന്റെ വാക്യങ്ങൾ അവൻ സാധ്യമാക്കുമേ. നിന്റെ വാക്യങ്ങൾ അവൻ അറിയാമോ? യഹോവേ അടന്നു പോകയാ സമഭൂമിയാകുമേ. യഹോവേ അടന്നു പോകയാ ദുർഗതങ്ങളെല്ലാം സമഭൂമിയാകുമേ. ദൈവം നിനക്കായി തുറക്കും വാതിലടപ്പാൻ ആർക്കും സാധ്യമേയല്ല. കർത്തൻ നീട്ടിയ കരം മടക്കാൻ ആർക്കും സാധ്യമേയല്ല. നിന്റെ വാക്യങ്ങൾ അവൻ സാധ്യമാക്കുമേ. നിന്റെ വാക്യങ്ങൾ അവൻ അവൻ നിന്നെ വിളിച്ചതാ. അവനെന്നും നിനക്കും നീ അവനും സ്വന്തമേ. അവൻ നിന്നെ വിളിച്ചതാ. അവനെന്നും നിനക്കും നീ അവനും സ്വന്തമേ. അവൻ നിനക്ക് അവൻ നിനക്ക് ദൈവം നിനക്കായി തുറക്കും വാതിലടപ്പാൻ ആർക്കും സാധ്യമേയല്ല. കർത്തൻ നീട്ടിയ നിന്റെ വാക്യങ്ങൾ അവൻ സാധ്യമാക്കുമേ. നിന്റെ വാക്യങ്ങൾ അവൻ സാധ്യമാക്കുമേ. വാസസ്വാഭിമാൻ ആർത്തന്റെ നീരായി ആർത്തയോടെ ആർത്തയിൽ തീരുക. വാസസ്വാഭിമാൻ ആർത്തന്റെ നീരായി ആർത്തയോടെ
ആശ്രയിച്ചിടുക. ഒന്നുമില്ലായെങ്കിലും ജീവനത്തെങ്കിലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഒന്നുമില്ലായെങ്കിലും ജീവനത്തെങ്കിലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ദൈവം നിനക്കായി തുറക്കും വാതിൽ അടപ്പാൻ ആർക്കും സാധ്യമേയല്ല. കർത്തൻ നീക്കിയ കരം മറക്കാൻ ആർക്കും സാധ്യമേയല്ല. നിന്റെ വാക്കിലും അവൻ സാധ്യമാക്കുമേ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഇവർ. വിശ്വസിക്കുന്നവരുടെ അത് വ്യാപരിക്കുള്ളൂ. ഞാൻ കമ്പിട്ടേർന്ന് പാടാം. എനിക്കായി ദൈവം എനിക്കായി തുറക്കും വാതിൽ അടപ്പാൻ ആർക്കും സാധ്യമേയല്ല. ദൈവം എനിക്കായി തുറക്കും ആർക്കും സാധ്യമേയല്ല. കർത്തൻ നീക്കിയ കരം മറക്കാൻ ആർക്കും സാധ്യമേയല്ല. കർത്തൻ നീക്കിയ കരം മറക്കാൻ ആർക്കും സാധ്യമേയല്ല. എന്ത് വാക്യങ്ങൾ അവൻ സാധ്യമാക്കുമേ. എന്ത് വാക്യങ്ങൾ അവൻ സാധ്യമാക്കുമേ. എന്ത് വാക്യങ്ങൾ. അതെ, ഹല്ലേലൂയ. 13 അധ്യായത്തിന്റെ 5 വാക്യം. 2 Corinthians chapter 13 verse 5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. നിങ്ങളെ തന്നെ ശോധിക്കുവിൻ. കർത്താവ് സംശയിച്ച ഒരു കാര്യമാകട്ടോ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതാ പറയുക, will he find faith on the earth when the Son of Man comes? Praise God. തെസ്സലോനിക്ക ലേഖനത്തിലും അതേ പരാമർശമുണ്ട്. പൗലോസ് പറയുക, ആരും നിങ്ങളെ ഏത് വിധേന ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമുഖ്യമായവൻ പ്രവേശിക്കുകയും വേണം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ മാത്രമേ ക്രിസ്തുവിനുള്ള പങ്കാളിത്തം പ്രാപിപ്പാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, പ്രായമുള്ളവര് പിള്ളേരോടൊക്കെ പറയും, നല്ല കോയിൻസ് കൊടുത്തയക്കുമ്പം പിടിച്ചോളാം. അവർക്കറിയാം അയഞ്ഞാൽ പോക്കാം. അന്ന് പിടിച്ച ആ വിശ്വാസം ഉണ്ടല്ലോ, അപ്പൊ കയ്യിലുണ്ടോ? ഞാനിത് പറയുന്നതല്ല, എന്റെ അപ്പച്ചൻ പാസ്റ്ററായിരുന്നു, എന്റെ പില്ലപ്പച്ചൻ പാസ്റ്ററായിരുന്നു. വിശ്വാസ സേവനത്തിന്റെ ആദ്യപടികളൊക്കെ കണ്ടു വളർന്നു വന്നതാണ്. പക്ഷെ എന്റെ സ്വകാര്യ ജീവിതത്തിലുണ്ടല്ലോ അപ്പച്ചന്മാരുടെ കെയർ ഓഫിലൊന്നും പ്രാപിക്കാൻ പറ്റാത്ത മരുഭൂമിയിൽ ഞാൻ മസ്കറ്റിലായിരുന്നു 14 വർഷം. ആ സമയത്താണ് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ ആഴത്തിൽ കർത്താവിനെ പഠിപ്പിച്ചത്. സദൃശവാക്യം 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആശാ വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. അസാധ്യതകൾ ഏറെയായിരുന്നു മുൻപിൽ, അസാധ്യതകൾ ഏറെയുണ്ട്. അന്നും പാടും, പക്ഷേ ദൈവത്തിന് അനുസരണത്തിലുണ്ടോ? ക്ഷീണമാണ്. സന്തോഷത്തോട് സ്തോത്രം പറയാൻ പറ്റുന്നില്ല. പലരും ഇങ്ങനെയല്ലേ, സ്തോത്രം പറയുന്നുണ്ട്, പക്ഷെ സന്തോഷത്തോടെ
സ്തോത്രം പറഞ്ഞ് മടുത്ത് പലരും. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരൊക്കെ സ്തോത്രക്കാരെന്നാ പറഞ്ഞിരുന്നത്. കാരണം എന്ന് പറയോ, അവര് സ്തോത്രം പറഞ്ഞാൽ വല്ലതൊക്കെ നടക്കുമായിരുന്നു. നമ്മൾ സ്തോത്രം പറഞ്ഞിട്ടോ ക്ഷീണിക്കുക. പ്രമാണത്തിൽ നിൽക്കുന്നവന്റെ ഒരു സ്തോത്രമുണ്ടല്ലോ, മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന യെരിഹോവിന്റെ അടിസ്ഥാനത്തിന്റെ അജത്ത് വന്നിക്കുന്നത്. ഒറ്റ യെരിഹോവിനും മുൻപിൽ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. നീ പ്രമാണത്തിലാണോ, നിന്റെ സ്തോത്രത്തിന് ശക്തിയുണ്ട്. വേഷം കെട്ടിയാലേ ഭക്തിയുടെ ശക്തി അങ്ങ് പോകും കേട്ടോ. വിശ്വാസത്തിലിരിക്കുന്നു എന്ന് പരിശോധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളൊക്കെ പ്രാപിക്കണമെങ്കിൽ വിശ്വാസം കൂടാതെ പറ്റത്തില്ലല്ലോ. വിശ്വാസം കൂടാതെ ദൈവത്തെ നമുക്കറിയാം. വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്. സ്തോത്രം ദൈവത്തിന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, സമയം അവസാനിക്കല്ലേ. വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ ശരിക്കും രക്ഷപ്പെട്ടോ? ശരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ പിശാചിന്റെ പിടിയിൽ നിന്നും മോചനം പ്രാപിക്കുന്ന. നീ പലതിനും രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷെ പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? നിന്റെ കുടുംബം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം അറിഞ്ഞു മനസ്സിലായില്ലായിരിക്കില്ലേ? ജോലിയില്ലാണ്ട് ഇറങ്ങി നടക്കുമ്പോഴേ ഒരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടുകാരും നാട്ടുകാരൊക്കെ എന്താ പറയും? അവൻ രക്ഷപ്പെട്ടു മതി. കല്യാണം കഴിക്കാൻ പാടില്ലാതെ പൈസ ഇല്ലാതിരിക്കാം, നല്ലൊരു കുടുംബമായിട്ട് ബന്ധം തോന്നു കഴിഞ്ഞാൽ കൂട്ടുകാരികളൊക്കെ എന്താ പറയും? അവിടെ പലരും അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നേ. പക്ഷെ പിശാചിനെ ഇന്ന് പിടികിട്ടില്ല. സ്തോത്രം കേൾക്കുന്നില്ലല്ലോ. മൃഗത്തിന് കുഴപ്പമില്ലാതൊന്നും പറയണ്ട കേട്ടോ. ആശാവിളംബനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി. എന്റെ പ്രിയപ്പെട്ട, എന്റെ കുടുംബജീവിതത്തിൽ മക്കളില്ലായിരുന്നു 7 വർഷം. മക്കളില്ലാത്തവർക്കുള്ള വിഷമമുണ്ട്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവർക്ക് പിന്നീട് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ മുഴുവൻ ബ്ലഡും നഷ്ടപ്പെട്ടതിന് ശേഷമാണ് തിരിച്ചു നിൽക്കുന്നത്. മാർക്കറ്റിലുള്ള ഡോക്ടേഴ്സ്, ഫോറിൻ മെഡിസിൻസ്, മോഡേൺ ടെക്നോളജി ഒക്കെ പരാജയപ്പെട്ടു. ചികിത്സയുടെ ഫലമായി 92 കിലോ, 57 കിലോ, 92 കിലോ ആയി. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വന്യപിതാക്കന്മാരുടെ അനുഭവങ്ങളൊക്കെ നോക്കി. അവർ മസാജുകളുടെ മധ്യത്തിലൂടെ കടന്നുപോയതാ. പക്ഷേ അവർ മുഖാന്തരം ഞാനും ഒത്തിരി പ്രാപിച്ചതാ. എന്നെ 4 പേരോട് കൂടെ പേപ്പട്ടി എടുത്തതാ. അവരെ 3 പേരെയും കൊണ്ടുപോയി 3 പേരുടെയും ഡെഡ് ബോഡിയാണ് കൊണ്ടുവന്നേ. പക്ഷേ കർത്താവ് എന്നെ പിടിവിച്ചു. ഇവിടെ ട്യൂമർ വന്നിട്ടേ 3 വർഷം പഴുത്ത് വ്രണമായി. 3-ാം വർഷത്തില് കോളേജ് ചേർന്നപ്പെട്ടല്ലോ. ബോൺ ക്യാൻസർ, ആരെയും ഇരിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് ഇറക്കി വിട്ടതാ. പക്ഷേ ഉണ്ടല്ലോ, പ്രൈസല്ലോ, വിശ്വാസത്താലൊക്കെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചപ്പെട്ടല്ലോ. സ്വീകരിക്കാൻ സമയമില്ല. അങ്ങനെ പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, അവർക്കൊക്കെ അത് അനുഭവിക്കാൻ പറ്റും. അവർ മുഖാന്തരം ഞാൻ പ്രാപിച്ചതാണ്. പക്ഷെ എന്റെ കുടുംബജീവിതത്തിൽ ഇവിടെ കുടുംബജീവിതത്തിൽ പലരും പല രീതിയിൽ പ്രയാസപ്പെടുന്നില്ലേ? ആശാവിളംബനം ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു. ഇന്നും കിട്ടിയില്ലെങ്കിൽ കൂട്ടത്തിൽ പാടാനൊക്കെ ഈസിയായിരുന്നേ. വെള്ളത്തിൽ കൂട്ടാൻ പറ്റുന്ന പോലെ കൂട്ടത്തിൽ പാടാം. നിന്റെ സ്വകാര്യങ്ങൾക്ക് പാടാൻ പറ്റുന്നുണ്ടോ? സ്വകാര്യത്തിൽ പാടുന്നവർ എങ്ങനെയുള്ള അറിയോ? എങ്ങനെ പാട്ട് വരുന്നത്? യാക്കോബ് എന്താ പറയുന്നത്? 5-ാം അധ്യായം 13-ാം വാക്യം എല്ലാം പറഞ്ഞു. അല്ലെങ്കിലും യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം യാക്കോബിന്റെ ലേഖനം. കേട്ടോ, സുഖമുള്ളവൻ എന്ത് ചെയ്യും? സ്തോത്രം. എവിടെ സുഖം വേണം? എവിടെ? നിങ്ങൾ സുഖമുണ്ടെങ്കിലേ പാട്ട് വരുള്ളൂ.
ഈ മനസ്സിന് സുഖമുള്ളവരുണ്ടല്ലോ, ഒരു മൂളിപ്പാട്ടുണ്ടാവും, എവിടെയാണെങ്കിലും ചെറിയ മൂളിപ്പാട്ടുണ്ടാവും. അത് കാണുമ്പോൾ മനസ്സിലാവും മനസ്സിന് നല്ല സുഖം അനുഭവിക്കുന്ന സമയമാണ്. ഓക്കെ, ദൈവമക്കളായിട്ടുള്ള നാം സുഖം അനുഭവിക്കുന്നത്, പിന്നെ ആരാ സുഖം അനുഭവിക്കുന്നത്? അത് പ്രശ്നമുണ്ട്. സമയങ്ങൾ അവസാനിക്കാം. നമ്മളെല്ലാവരും കൃപ അനുഭവിക്കുന്നവരാണ്. നമുക്ക് കൃപയോടുകൂടെ വാസം ചെയ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് സമാധാനം, അല്ലേ? പുറത്തുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരും പറയുന്നത് ഞങ്ങൾക്ക് കൃപ കിട്ടിടുന്നു, അല്ലേ? അല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് കൃപയുണ്ട്, പക്ഷെ പറഞ്ഞു അവരുടെ കാര്യമില്ലേ, അവർക്ക് സമാധാനമില്ല. ഇവിടുത്തെ സ്ത്രീ എന്താ പ്രാർത്ഥിച്ചിട്ടല്ലേ ജോലി കിട്ടിയത്, പക്ഷെ അവിടെ ചിലപ്പോ സ്വയം പരിശോധിക്കണം കേട്ടോ, സ്വയം പരിശോധിക്കണം. വിശ്വസിക്കാത്തവൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. പിശാചിന്റെ പിടിയിൽ നിന്നേ അവൻ പൂർണ്ണ മോചനം പ്രാപിച്ചവനാണ്. അത്രയും സ്വന്തം വിശദീകരിക്കാൻ സമയമില്ല. പക്ഷെ അടുത്ത പദം മതി, വിശ്വസിക്കാത്തവൻ അകപ്പെടും കേട്ടോ, അകപ്പെടും. വിശ്വസിക്കാത്തവൻ അകപ്പെടും. വിശ്വാസം നഷ്ടപ്പെട്ടാലും അകപ്പെടും കേട്ടോ, മനസ്സിലായോ? യഥാർത്ഥത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ വേർതിരിക്കപ്പെടുമ്പോൾ ഞാനിങ്ങനെ പറയും, എലി ശല്യക്കാരനായ അവനെ വേണ്ടി കെണിവെക്കത്തില്ലേ? നീ വിശുദ്ധിയോടെ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ പിശാച് നിനക്ക് കെണിവെക്കും കേട്ടോ. കെണി മാത്രം വെച്ചാൽ പെടുമോ? ഇല്ല. അപ്പൊ എന്താ ചെയ്യും? എനിക്കിഷ്ടമുള്ള നേരത്തെ കെണിയാനോസം മാറിപ്പോയതാ, പക്ഷെ ഇപ്പോ അതിനകത്ത് വിട്ട് കിടക്കുക. ഇപ്പൊ പാട്ടും പാട്ടിലൊക്കെ എവിടെ കിടന്നിട്ടാണെന്ന് അറിയോ? മനസ്സിലായോ? പാട്ടുമുണ്ട്, സ്തോത്രമുണ്ട്, അല്ലേലിയുണ്ട്, പക്ഷെ എവിടെ കിടന്ന സ്തോത്രം. പുറത്തു വരണം കേട്ടോ. പുറത്തു വരണമെങ്കിലേ എന്റെ അവിശ്വാസവും സംശയവും സാഹചര്യങ്ങൾ കുറച്ച് അനുകൂലമായപ്പോഴല്ലോ നമുക്കിതൊന്നും വേണ്ട. ഞങ്ങളുടെ കാര്യം തന്നെ പറയാം കേട്ടോ, കുഴപ്പമില്ല. ഞങ്ങളുടെ അപ്പച്ചമാരൊക്കെ താമസിക്കുന്ന വീടിന് ഫേസ് റൂമെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു സമയം അവസാനിക്കും. പക്ഷെ ഇപ്പോഴോ പറയോ? ഞങ്ങളുടെ കാര്യമല്ലേ പറയുന്നേ? നേതാക്കന്മാര് പറഞ്ഞതാ, ഞങ്ങളുടെ കയ്യിലില്ലേട്ടോ ഇത്. ഈ ഉറവയിൽ നിന്ന് താഴോട്ടാണോ മേലോട്ടാണോ വെള്ളം ഒഴുകുന്നേ? ആരും പെട്ടെന്ന് നമ്മുടെ കാര്യം പറയുന്നേ. കർത്താവ് വരുമ്പോ പോകട്ടെ. ഇവിടെ സുഖിപ്പിച്ചോണ്ടിരുന്നാൽ ശരിയാവുന്നില്ലല്ലോ. ഓടിയത് അവസാനിച്ചത് പ്രതാപാകില്ലേ? വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിന് വേണ്ടി പോരാടണം കേട്ടോ, പോരാടണം. ചുമ്മാ രൂപത്തില് യുദ്ധം ചെയ്യണം. എന്നാലേ ഇത് വിശ്വാസത്തിലിരിക്കുന്നത് പരിശോധന. എന്നോട് പറഞ്ഞോട്ടെ, ഒരു ടെൻസ്റ്റോറി പണിയണമെന്ന് ആഗ്രഹം. കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, ലോൺ അപ്ലൈ ചെയ്തു, പക്ഷെ തക്ക സമയത്ത് കിട്ടിയില്ല. അപ്പൊ ഒരു വില്ല പണിയാണ്. എന്റെ വീട്ടില് ഈ ബേസ്മെന്റ് ഇട്ടിരിക്കാം. ബേസ്മെന്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ലോണൊക്കെ ശരിയായിട്ട് വരുന്നത്. ചിന്തിക്കാം, ഈ 10 സ്റ്റോറി ഈ വില്ലക്കിട്ടിരിക്കുന്ന ബേസ്മെന്റിൽ പണിയാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. എത്രത്തോളം പണിയാൻ പറ്റും? കൺസ്ട്രക്ഷൻ അറിയാത്ത ആൾക്കാരാണ് കൊണ്ടിരിക്കുന്നല്ലേ? ഈ വില്ലക്കിട്ടിരിക്കുന്ന ബേസ്മെന്റിൽ 10 സ്റ്റോറി പണിയാൻ തുടങ്ങിയ സാധനങ്ങളില്ലാതിട്ടല്ല, എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ തീരും അല്ലേ? ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോർ, ഓക്കെ, തേർഡ് ഫ്ലോർ ആയിക്കോട്ടെ. ഇപ്പൊ എന്താ സംഗതി? ഭയങ്കര ബൈബിൾ താഴെ വയ്ക്കുന്നില്ല, കൂട്ടായ്മ എല്ലാം 2-3 വർഷം ഉണ്ടല്ലോ. പോക്ക് കിട്ടിയിട്ട് ഇപ്പോ എന്താ കുഴപ്പം? 2-3 കാര്യം പറഞ്ഞ കേട്ടോ. സിയോൻ പറഞ്ഞല്ല, എല്ലാ ഉപദേശവും ഉണ്ട് കയ്യിലെ, പക്ഷെ പണി നടക്കുന്നില്ല. ഇത് നല്ല എഞ്ചിനീയർ വിളിച്ചു കൊണ്ടുപോകും.
കാണിച്ചപ്പോ കുഴപ്പമേളാണ് കാണുന്നത്, പക്ഷെ ശരിക്കും കുഴപ്പമില്ല. അതാരും കാണില്ലല്ലോ, അടിസ്ഥാനം ആരും കാണില്ലല്ലോ. സ്വന്തം പണിന്റെ അടി കിടക്കുമല്ലേ, നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന അറിയാവുന്നതിന്റെ കേട്ടോ. നിന്റെ ഇരിപ്പും നിൽപ്പും കിടപ്പും എഴുന്നേൽപ്പും ഒക്കെ അറിയാവുന്നല്ലേ. നീ ഇപ്പൊ എവിടെ കിടക്കുന്നതെന്ന് അറിയാം, അതുകൊണ്ട് അവിടേക്ക് അയച്ചത്. ഞങ്ങളിവിടെ വരാനൊന്നും ആഗ്രഹിച്ചൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ തരാൻ ചിന്തിച്ചപ്പോഴല്ലോ, പാസ്പോർട്ടൊന്നും ഇല്ല, എക്സ്പയർ ചെയ്ത് കിടക്കുക. പക്ഷെ കർത്താവ് കൊണ്ടുവന്നതാ കേട്ടോ. ഈ പാട്ട് പാടിയില്ലേ, എന്റെ അപ്പച്ചൻ 44 വർഷം 31 വീട്ടിൽ താമസിച്ചാണ് വാടകയ്ക്ക്, ഒരു സെന്റ് പോലും ഇല്ല. കഴിഞ്ഞ മെയിലേ നിങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം, ഈ പാട്ട് എഴുതാനുള്ള സാഹചര്യം. കഴിഞ്ഞ മെയിലും 3 ദിവസം ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന വീട് കത്തോലിക്കന്റെ വീടാ, ഒഴിഞ്ഞു കൊടുക്കണമായിരുന്നു. തക്ക സമയത്ത് ഒഴിഞ്ഞു കൊടുക്കത്തില്ല എന്നാണ് പൊതുവെ ധാരണ. പെന്തക്കോസ്തുകാരുടെ സ്ഥിതി അതല്ലേ. പക്ഷെ ഞങ്ങൾക്ക് വീടും ശരിയായില്ല. പക്ഷേ ആ സമയത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജായിരുന്നു. അതിനു മുമ്പേ കർത്താവ് വചനം തന്നു കേട്ടോ. വചനം തന്നു, ഈ പാട്ടും തന്നു. ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. 3ാമത്തെ ദിവസം ഉണ്ടല്ലോ, പ്രൈസ് ഗോഡ്. ഞങ്ങളിപ്പോ താമസിക്കുന്ന 9ാം നിലയിൽ ഉള്ള ഫ്ലാറ്റിന്റെ ഓണറിന്റെ ജ്യേഷ്ഠൻ വിളിക്കുക, എവിടെയാ മാസേ, ഇന്നത്തെ വരാമോ, കൂട്ടിക്കൊണ്ടു പോവാൻ. ലിഫ്റ്റിന്റെ അവിടെ ചെന്നപ്പോ മനസ്സിലായി ഞങ്ങൾ വീട് അന്വേഷിക്കുന്നേ. ഇവിടെ ലിഫ്റ്റില് മേലിലേക്കാണെന്ന് മനസ്സിലായി. അതിൽ കയറിയിട്ടുണ്ടല്ലോ, ഡൈൻ പ്രസ് ചെയ്തപ്പോ മനസ്സിലായി മേലിലേക്കാ പോകുന്നത്. അവിടെ ചെന്നു ഇതെല്ലാം തുറന്ന് കാണിച്ചിട്ട് ആ ചാവി മുഴുവൻ ഞാൻ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഞാൻ അച്ഛൻ തിരക്കില്ല, ഇവിടെ താമസിച്ചു. ഒരു വാടകയും ഇല്ല, ഒരു അഗ്രിമെന്റും ഇല്ല, സ്വന്തമല്ല കേട്ടോ. ഒരു വർഷം 2 മാസമായിട്ട് ഓരോ ദിവസവും കഴിഞ്ഞ 14 വർഷമായി ഒരു സ്വാതന്ത്ര്യവും ഇല്ല, ഒരു ദശാംശവും ഇല്ല, ഒരു സ്പോൺസേഴ്സും ഇല്ല. കർത്താവ് അത്ഭുതമായിട്ട് നടന്നു. വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് whether you are in faith. Examine yourself whether you are in faith. നമുക്ക് കർത്താവിന്റെ വരമെങ്കിൽ പോണമെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്ത കാര്യം എല്ലാം പറഞ്ഞത് കേട്ടു. സമയം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാണ് നമ്മള് നിത്യത വരെ തന്നെ പണിക്ക് വിട്ടവരാ. അതിനടിസ്ഥാനം വിശ്വാസമാണ് കേട്ടോ. വിശ്വാസം ശരിയല്ലെങ്കിൽ നിത്യത വരയ്ക്കുള്ള പണി നടക്കത്തില്ല കേട്ടോ. ഇടയ്ക്ക് വെച്ച് സ്റ്റാഗ്നേഷൻ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇതെല്ലാം ചെയ്യണം, നല്ല ഫൗണ്ടേഷൻ, ഹൈ ഫൗണ്ടേഷൻ എടുക്കണം. ക്രിസ്തുവാകുന്ന പാറമേൽ ഫൗണ്ടേഷൻ പണിയെന്ന് കേട്ടോ. മടങ്ങി വരണം. ആരുടെ സമയം വെച്ച് കർത്താവ്ദാസന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ആരുടെ വിശ്വാസത്തിന്റെ പാട്ട് ഒന്നുകൂടെ പാടാമോ, ഒന്നിച്ച് പാടാമോ? ആരുടെയോ ഒരു നാൾ അനുവദിക്കണം കേട്ടോ. അവിശ്വാസം സംശയമൊക്കെ കർത്താവോട് ഏറ്റു പറഞ്ഞ് മടങ്ങി വരണം. വിശ്വാസത്താൽ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിനക്കായി തുറക്കും വാതിലടപ്പാൻ ആർക്കും സാധ്യമേയല്ല. കർത്തൻ നീട്ടിയ തൻ കരം മടക്കാൻ ആർക്കും സാധ്യമേയല്ല. നിന്റെ സാധ്യങ്ങൾ അവൻ സാധ്യമാക്കുമേ. നിന്റെ സാധ്യങ്ങൾ അവൻ ദൈവം എനിക്കായി തുറക്കും വാതിലടപ്പാൻ ആർക്കും സാധ്യമേയല്ല. കർത്തൻ നീട്ടിയ തൻ കരം മടക്കാൻ ആർക്കും സാധ്യമേയല്ല. നിന്റെ സാധ്യങ്ങൾ അവൻ ഉള്ളങ്ങളിൽ കയറിക്കൂടിയിട്ടുള്ള സകല അവിശ്വാസത്തിന്റെ സംശയത്തിന്റെ